ഓക്കെ. ഈ വീഡിയോ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചോദിച്ചാൽ മതിയാവും. അപ്പം ഇതാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ്. അപ്പം ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ട 2 പോർഷനാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്, ഫ്രണ്ടും ബാക്കും. അപ്പം മെറ്റീരിയലിൻ്റെ ലെങ്ത് നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഫ്രണ്ടും ബാക്കിൻ്റെ ലെങ്ത് എടുക്കുക. അതായത് ഇപ്പം നമുക്ക് 44 വരുന്നതെങ്കിൽ 44 എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക, എത്ര മീറ്റർ വേണമെന്ന് നോക്കുക, അതിൻ്റെ ഡബിൾ എടുക്കുക. പിന്നെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂടുതൽ ഇടുക. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പം മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പ്ലസ് സ്ലീവിൻ്റെ ലെങ്ത് 3/4 ആണോ, ഹാഫ് സ്ലീവ് ആണോ. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് മെറ്റീരിയൽ കിട്ടുന്നുണ്ടോ, ചെസ്റ്റ് സൈസ് എത്രയാണ്, ഇങ്ങനെയൊക്കെ നോക്കണം. മെറ്റീരിയലിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇതെല്ലാം അറിയാമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ബാക്കാണ് ആദ്യം വരക്കേണ്ടത്. ബാക്ക് വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത് നോർമലി മാർക്ക് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷനാണ്. പാറ്റേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ സീം അലവൻസിനുള്ള ഇതിടാം, എന്താ പറയുക, അലവൻസ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മൾ പാറ്റേൺ ഇട്ടതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് നമുക്ക് സീം അലവൻസ് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് 44 ആണെങ്കിൽ 44 ലെങ്ത് വരക്കാം. അപ്പോൾ ഇതിവിടെ ഓൺ ഫോൾഡ് ആണ്. ഓൺ ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ മടക്കിയിടേണ്ട പോർഷനാണ് ഈ ഓൺ ഫോൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്ററിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. മനസ്സിലായോ? മെറ്റീരിയൽ രണ്ടായിട്ടും നടുകെ മടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൺ ഫോൾഡ്, അതായത് പാറ്റേൺ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ത് വരുന്നത്, നമ്മുടെ ആ മടക്ക് വശം വരുന്ന പോർഷനാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ എടുക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 എന്ന് എടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചിനെക്കാട്ടിലും കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷോൾഡർ ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് വല്ലതും കുറച്ചിട്ട് നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ 15 ആണെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. അപ്പോൾ എത്ര വരും, 7.5 വരും. 7.5ൻ്റെ കൂട്ടത്തിൽ 7.5യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ മൈനസ് ചെയ്തിട്ട് 7 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. ഏത് കാര്യത്തിൽ നമ്മുടെ ചെസ്റ്റ് ഷോൾഡർ നെക്ക് ഈ പറഞ്ഞ പോലെ 3 ഇഞ്ചിനെക്കാട്ടിലും കുറവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ബോട്ട് നെക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് നെക്ക്, കോളറൊക്കെ വെക്കാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഷോൾഡർ എടുക്കാം. അല്ലാതെ നമ്മുടെ വൈഡായിട്ട് വരുന്ന ഇപ്പം 4 ഇഞ്ച് ഡെപ്ത് അല്ലെങ്കിൽ 5 ഇഞ്ച് ഡെപ്ത് 6 ഇഞ്ച് ഡെപ്ത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന നെക്കുകൾ ഉണ്ടാവുമല്ലോ, ഡീപ്പായിട്ടുള്ളത്. അപ്പം അതിനെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം 34 34 ഡിവൈഡഡ് ബൈ 6 എത്രയാണോ കിട്ടുന്നത് ആ മെഷർമെൻ്റാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോൾഡറായിട്ട് എടുക്കേണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആം ഹോൾ കിട്ടണം. അപ്പോൾ ആം ഹോൾ നമുക്കിപ്പം റിഗാൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. റിഗാൾ എത്രയാണോ, ഇപ്പോൾ 17 ആയിരിക്കാം, 16 ആയിരിക്കാം, അത് ഡിവൈഡഡ് ബൈ 2 കൊടുക്കാം. ഇല്ല എങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഈ ഇപ്പം നമ്മൾ എടുത്ത മെഷർമെൻറ്റുണ്ടല്ലോ, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6, ആ മെഷർമെൻറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആം ഹോളിൻ്റെ ഡെപ്തായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്. പലരുടെയും ഷോൾഡർ പല രീതിയിലായിരിക്കും ഇരിക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ ചിലർക്ക് ഫ്ലാറ്റ് ആയിരിക്കും, ചിലർക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന ഷോൾഡർ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടി എന്തിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവണം, ഈ റിഗാൾ എന്ന് പറയുന്ന നമ്മൾ ഈ നേരെ താഴത്തേക്ക് വരച്ചല്ലോ ആ മെഷർമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കണം. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 നമ്മുടെ നോർമൽ ഷോൾഡർ നമുക്ക് കിട്ടിയത്, അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞ് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 6 വിചാരിക്കുക. ഈ 6 വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ വരച്ചത്. ഇനി റിഗാളിൻ്റെ വരക്കുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ 6ൻ്റെ കൂട്ടത്തിൽ ഒരു എത്രയാണോ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് അത് കൂട്ടിയിരിക്കണം. 1/2 ഇഞ്ച് ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടണം, 1/4 ഇഞ്ച് ആണെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടണം. അങ്ങനെ 6.5 ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 6.5 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 0.5. ഞാനൊരു ടോട്ടൽ ഒരു 2 ഇഞ്ചൊക്കെ കൂടുതൽ ഇടാറുണ്ട്. അപ്പം ഈ പറഞ്ഞ അത് 2 ഇഞ്ചാണ് എൻ്റെ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത്. 3 ഇഞ്ച് ഇടുന്നവരുണ്ട്, 4 ഇഞ്ച് ഇടുന്നവരുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഫിറ്റിങ്ങിനനുസരിച്ചിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് എന്ത് ചെയ്യണം, 1/2 ഇഞ്ച്. എന്തിന് വേണ്ടിയിട്ട്, സീം അലവൻസിന് വേണ്ടിയിട്ട്.
അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നേരെ വരയ്ക്കണം. എത്രയാണോ നമുക്ക് കിട്ടിയത് ആ പോയിന്റ് വരയ്ക്കണം. ദെൻ ആം ഹോളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ബാക്കിൻ്റെ ആം ഹോൾ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവണം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ ഷോൾഡർ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ വൈഡ് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നെക്ക് ഡെപ്ത് എടുക്കുക ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ 6 ഇഞ്ചാണ് ഞാൻ നെക്ക് ഡെപ്ത് ബാക്കിന് കൊടുത്തിരിക്കുന്നത്. വൈഡ് ഒരു 3.5 ഞാൻ കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 7.5 വരും. ഇത് കൊടുത്തു. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കേർവ്ഡ് ആയിട്ടുള്ള, വേസ്റ്റിൻ്റെ ഏരിയയിൽ ഏറ്റവും കേർവ്ഡ് ആയിട്ട് അതിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ് വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തു. വേസ്റ്റ് ലെങ്ത് ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 0.5 ഇത് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് വേണമെങ്കിൽ ഡാർട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിൽ ഡാർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡാർട്ട് കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക. ഡാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും എന്ത് വരുന്നത്, ഡാർട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. മുകളിലേക്ക് 4 ഇഞ്ച് വരെ നമുക്ക് വരാം. ഇല്ല എങ്കിൽ ചെസ്റ്റ് ലൈനെക്കാട്ടിൽ ഒരു 2 ഇഞ്ച് താഴത്തേക്ക് വരെ നമ്മളിത് വരയ്ക്കുന്നു. പിന്നെ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പ് ലൈനാണ്. ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 + 0.5. ഇവിടെ 0.5 കൊടുക്കണമെന്നില്ല, ഒരു 2.5 ആണെങ്കിലും മതി. 0.25 ആണെങ്കിലും ഫിറ്റിങ് കറക്റ്റ് ആയിരിക്കും. ഇതും വരച്ച് കഴിഞ്ഞിട്ട് ഈ ഡാർട്ടിൻ്റെ ലൈൻ നേരെ താഴത്തേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ഹിപ്പ് ലൈനെക്കാട്ടിലും 1 ഇഞ്ച് മേളിൽ വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡാർട്ട് മാർക്ക് ചെയ്യേണ്ടത്. ദെൻ ഇതിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. താഴത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലെയർ എത്രയാണോ വേണ്ടത്, ഇവിടെ എത്രയാണോ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ കൊടുക്കാം. അല്ല എങ്കിൽ അത്രയും വേണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നേരെ താഴത്തേക്ക് വരയ്ക്കുക. സൈഡിലൊരു 3 ഇഞ്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് തൂങ്ങിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാണ് എന്ത്, ബാക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ എല്ലാ പോർഷൻ ഇപ്പോൾ ചെയ്ത എല്ലാം ഏകദേശം സെയിം ആണ്. മാറ്റം വരുന്ന പോർഷൻസ് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആം ഹോളാണ്. ആം ഹോൾ എന്ന് പറയുന്നത് കുഴിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ നമ്മുടെ ഇതുണ്ടല്ലോ റിഗാളിന് നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ, അതിൻ്റെ സെൻറ്റർ എടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ദെൻ ഇതിനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുക. ആം ഹോൾ ഇതാണ് ഫ്രണ്ട് പാറ്റേണിൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർട്ട് ഏരിയ ആണ്. ഡാർട്ട് ഏരിയ വരാൻ നേരത്ത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യണം. ബസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാർട്ട് ഉണ്ട് എങ്കിൽ ബാക്കി എല്ലാ പ്രോസസ്സും ഇതിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ആം ഹോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആം ഹോൾ അളന്ന് നോക്കുക നമ്മുടെ റിഗാർഡിന് അത്രയും തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് സീം അലവൻസ് ഇടാം. അപ്പോൾ സീം അലവൻസ് ഇടാൻ നേരത്ത് ഈ ആം ഹോളിൻ്റെ ഏരിയയിൽ നമുക്ക് എത്രയാണ്, 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ മതി സീം അലവൻസ്. സൈഡിലേക്ക് ഞാൻ 1.25 യൂഷ്വലി കൊടുക്കാറ്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ലിറ്റ് ചെയ്യാനുള്ള പോർഷൻസിൽ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അടിയിലും 1 ഇഞ്ച് മതിയാവും. ഇതാണ് എന്ത് വരുന്നത്, സീം അലവൻസ് ആയിട്ട് നമ്മൾ ഇടേണ്ടത്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവാണ്. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഈസി മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഓൺ ഫോൾഡായിട്ട് മടക്കുക. ഇതാണ് ഓൺ ഫോൾഡ്. ഓൺ ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി മടക്കി ഇടുന്ന പോർഷനാണ്. ആൻഡ് നമുക്ക് വേണ്ടത് ഒരു വര ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഡെപ്ത് കിട്ടണം. ആം ഹോളിൻ്റെ ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് ആം ഹോളിൻ്റെ ഡെപ്ത് വരുന്നത്. ഇത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുക. ഇനി ചെസ്റ്റ് കിട്ടണം, ആം ഹോളിൻ്റെ ഡെപ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 - 1 ഇഞ്ച്. അപ്പോൾ ഒരു സംഖ്യ കിട്ടും. അത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. പിന്നെയും ഈ 2 പോയിൻറ്റിൻ്റെ സെൻറ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക.
ഇവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. സോറി, 1 ഇഞ്ചല്ല, 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കുക. ബാക്ക് ഡാട്ട് ഈ പറഞ്ഞ പോലെ 1/2 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ചിൽ കൂടെ കടന്നു പോവുക. ദെൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു, സ്ലീവിൻ്റെ വട്ടം മാർക്ക് ചെയ്യുന്നു, ഇത് തമ്മിൽ ഷേപ്പ് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ 1/2 ഇഞ്ച് ആയിരിക്കും നമ്മൾ സീം അലവൻസ് ഇടുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 1.25 ഇഞ്ച് സീം അലവൻസ് ഇടും. ഇതാണ് എന്ത് വരുന്നത്, സ്ലീവ് വരുന്നത്. ഇതാണ് ബേസിക് പാറ്റേൺ ആയിട്ട് വരുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഡിലേ ആയിപ്പോയതിന് ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് ഒരുപാട് പണിയുള്ളത് കൊണ്ട് ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം പേജ് ലൈക്ക് ചെയ്യുക മറക്കണ്ട.